ഹായ് ഓൾ, വെൽക്കം ടു മിഡ് PSC. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ സിലബസിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കായ വിപ്ലവങ്ങളെക്കുറിച്ചാണ് നോക്കി വരുന്നത് അല്ലേ. അതിൽ നമ്മൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അതുപോലെ അമേരിക്കൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ചിട്ടാണ്. ഇത് PSC പ്രീവിയസ് ഇയറിൽ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഓരോ മാർക്കും വിലപ്പെട്ടതായതുകൊണ്ട് തന്നെ ഈ ഭാഗവും നമ്മൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകണം. അപ്പോൾ നമുക്കിന്ന് നോക്കാം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ച് പഠിക്കാം. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം ലാറ്റിൻ അമേരിക്കൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് മനസ്സിലാക്കണം. അതായത് തെക്കേ അമേരിക്ക, അതുപോലെ മധ്യ അമേരിക്ക, വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകളും അടങ്ങുന്ന പ്രദേശമാണ് ഇത് ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത്. ഏതൊക്കെ? തെക്കേ അമേരിക്കയും മധ്യ അമേരിക്കയും അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകളും ഉൾപ്പെടുന്ന പ്രദേശമാണ് ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ഏതൊക്കെയാണ്? തെക്കേ അമേരിക്കയും മധ്യ അമേരിക്കയും അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകളും ഉൾപ്പെടുന്ന പ്രദേശമാണ് ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത്. ഈ ലാറ്റിൻ അമേരിക്കയിൽ സ്പെയിൻ, പോർച്ചുഗീസ് എന്നീ രാജ്യങ്ങൾ എന്ത് ചെയ്തു? കോളനികൾ സ്ഥാപിച്ചു. സ്പെയിനും പോർച്ചുഗീസൊക്കെ ഈ ലാറ്റിൻ അമേരിക്കയിൽ കോളനികൾ സ്ഥാപിച്ച് ഭരണം നടത്താൻ തുടങ്ങി. ഈ കോളനി ഭരണം വരുമ്പോൾ തന്നെ നമുക്കറിയാം എന്ത് സംഭവിക്കും. ഈ കോളനി പ്രദേശങ്ങൾ, അതായത് ഈ രാജ്യങ്ങളുടെ കോളനി പ്രദേശങ്ങളായിരിക്കുന്ന പ്രദേശങ്ങൾക്ക് എന്ത് സംഭവിക്കും? വലിയ അളവിൽ ബുദ്ധിമുട്ടുകൾ സംഭവിക്കും. കാരണം അവരുടെ നിയന്ത്രണം മൊത്തം ഈ രാജ്യങ്ങളുടെ കയ്യിലായിരിക്കും. അതിനാൽ തന്നെ എന്ത് സംഭവിച്ചു? ലാറ്റിൻ അമേരിക്കയ്ക്കും കോളനി പ്രദേശങ്ങളായതിനാൽ ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും സ്പെയിൻ എല്ലാം തുടർന്നു വന്ന മെർക്കന്റലിസ്റ്റ് നയങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, മെർക്കന്റലിസത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ് മെർക്കന്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കോളനികളെ അവരുടെ നിയന്ത്രണത്തിലാക്കിയിട്ട് അവരുടെ കച്ചവട സാധ്യതകൾ എല്ലാം ഇവരുടെ മേൽ ചുമത്തുന്നതാണ് എന്ത്? മെർക്കന്റലിസം എന്ന് പറയുന്നത്. അതായത് അവിടെ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളൊക്കെ എന്തിനു വേണ്ടിയിട്ട് കൊണ്ടുപോകും? അവർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകും. അവരുടെ വിഭവങ്ങളും അതുപോലെ തന്നെ ചൂഷണം ചെയ്യും. എന്നിട്ട് തിരിച്ചെന്ത് ചെയ്യും? അവർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അവ വിറ്റഴിക്കാനുള്ള ഒരു കമ്പോളങ്ങളാക്കി ഈ കോളനി പ്രദേശങ്ങളെ മാറ്റും. അങ്ങനെ അവരുടെ കച്ചവട ലാഭത്തിനായിട്ട് ഈ കോളനി പ്രദേശങ്ങളെ എന്ത് ചെയ്തു? സ്പെയിനും പോർച്ചുഗീസൊക്കെ വലിയ തോതിൽ തന്നെ ചൂഷണം ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടുമുള്ള അസമത്വങ്ങൾ ലാറ്റിൻ അമേരിക്കൻ കോളനികളിൽ നിലനിന്നു. ഇതാണ് പ്രധാനമായിട്ടും എന്തിലേക്ക് നയിച്ചത്? ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിലേക്ക് നയിച്ചത്. അപ്പോൾ ഓർക്കുക, സ്പെയിൻ, പോർച്ചുഗീസ് എന്നിവരാണ് എന്ത് ചെയ്തത്? ലാറ്റിൻ അമേരിക്കയിൽ കോളനികൾ സ്ഥാപിച്ചത്. ഓർത്തിരിക്കുക, സ്പെയിൻ, പോർച്ചുഗീസ് എന്നിവർ കോളനികൾ സ്ഥാപിച്ചു. ലാറ്റിൻ അമേരിക്കയിൽ കോളനികൾ സ്ഥാപിച്ചു. 16-17 നൂറ്റാണ്ടുകളിൽ സ്പെയിൻ, പോർച്ചുഗീസ് എന്നിവരുടെ കടന്നുകയറ്റത്തിനെതിരെ നടന്ന വിപ്ലവമാണ് ഇത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, 16-17 നൂറ്റാണ്ടുകളിൽ സ്പെയിൻ, പോർച്ചുഗീസ് എന്നിവരുടെ കടന്നുകയറ്റത്തിനെതിരെ നടന്ന വിപ്ലവമാണ് ഏത്? ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം ലാറ്റിൻ അമേരിക്ക എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക. എവിടെയായിട്ടാണ്? തെക്കേ അമേരിക്കയുടെയും അതുപോലെ തന്നെ മധ്യ അമേരിക്കയുടെയും വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകളുടെയും ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ഇത് ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത്. ഇവിടെ എന്ത് ചെയ്തു? സ്പെയിനും പോർച്ചുഗീസും കോളനികൾ സ്ഥാപിച്ചു. അവരെന്ത് ചെയ്തു? ഇവരെ വെറും ഒരു കമ്പോളങ്ങളാക്കി മാറ്റി, അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള ഒരു കമ്പോളങ്ങളാക്കി മാറ്റി. അതുകൂടാതെ തന്നെ എന്ത് സംഭവിച്ചു? ഈ ലാറ്റിൻ അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളൊന്നും മറ്റ് കമ്പോളങ്ങളിൽ വിറ്റഴിക്കാനും ഇവര് അനുമതി നൽകിയിരുന്നില്ല. അങ്ങനെ സാമ്പത്തികവും സാമൂഹികവുമായ ചൂഷണങ്ങൾ ആരനുഭവിച്ചു വന്നു? ലാറ്റിൻ അമേരിക്കൻ കോളനികൾ അനുഭവിച്ചു വന്നു. കൂടാതെ 16-17 നൂറ്റാണ്ടുകളിൽ സ്പെയിൻ, പോർച്ചുഗീസ് എന്നിവരുടെ കടന്നുകയറ്റത്തിനെതിരെയായിട്ട് ലാറ്റിൻ അമേരിക്കൻ ജനത വിപ്ലവം ആരംഭിച്ചു. ഇതാണ് എന്തെന്ന് പറയുന്നത്? ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. തെക്കേ അമേരിക്കയും മധ്യ അമേരിക്കയും വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകളും ഉൾപ്പെടുന്ന പ്രദേശം ആണ് ഇത് ലാറ്റിൻ അമേരിക്കൻ പ്രദേശം എന്ന് പറയുന്നത്. സ്പെയിൻ, പോർച്ചുഗീസ് എന്നിവർ കോളനികൾ സ്ഥാപിച്ചു.
16-17 നൂറ്റാണ്ടുകളിൽ സ്പെയിൻ, പോർച്ചുഗീസ് എന്നിവരുടെ കടന്നുകയറ്റത്തിനെതിരെ നടന്ന വിപ്ലവമാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. ഇനി നമുക്ക് നോക്കാം, യൂറോപ്യൻ ആധിപത്യത്തിനെതിരായി പോരാടാൻ ലാറ്റിൻ അമേരിക്കൻ ജനതയ്ക്ക് പ്രചോദനമായത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവും ഫ്രഞ്ച് വിപ്ലവവുമായിരുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിരുന്നു ഏത്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അതുപോലെ ഫ്രഞ്ച് വിപ്ലവം എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നു. അപ്പോൾ ഈ സ്പെയിനും പോർച്ചുഗീസിനും എതിരെയൊക്കെ ഒരു വിപ്ലവം നടത്താൻ അല്ലെങ്കിൽ വിപ്ലവം തുടങ്ങാൻ ഇവർക്ക് പ്രചോദനമായത്, ലാറ്റിൻ അമേരിക്കൻ ജനതയ്ക്ക് പ്രചോദനമായത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഫ്രഞ്ച് വിപ്ലവവും അതുപോലെ തന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമാണ് എന്ന കാര്യം ഓർക്കുക. ലാറ്റിൻ അമേരിക്കയിൽ യൂറോപ്യന്മാർ വീണ്ടും ആധിപത്യം ഉറപ്പിക്കുന്നത് തടയാൻ അമേരിക്ക കൊണ്ടുവന്ന സിദ്ധാന്തം അറിയപ്പെടുന്ന പേരാണേത്, മൺറോ സിദ്ധാന്തം എന്ന് ഓർത്തിരിക്കുക. മൺറോ സിദ്ധാന്തം എന്താണെന്ന് ഓർക്കുക. എന്താണ്? ലാറ്റിൻ അമേരിക്കയിൽ യൂറോപ്യന്മാർ വീണ്ടും ആധിപത്യം ഉറപ്പിക്കുന്നത്, അതായത് അമേരിക്ക കൊണ്ടുവന്ന സിദ്ധാന്തം, അതായത് യൂറോപ്യന്മാർ എന്ത് ചെയ്യരുത്, അവിടെ വീണ്ടും ഒരു ആധിപത്യം ഉറപ്പിക്കരുത്. അതായത് പോർച്ചുഗീസൊക്കെ ആധിപത്യം ഉറപ്പിച്ചിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനെതിരായിട്ട് എന്ത് നടന്നു? ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം നടന്നു. അതിനുശേഷം അമേരിക്ക കൊണ്ടുവന്ന ഒരു സിദ്ധാന്തമാണ് ഇത്, മൺറോ സിദ്ധാന്തം എന്ന് പറയുന്നത്. അതായത് വീണ്ടും ലാറ്റിൻ അമേരിക്കയിൽ എന്ത് ചെയ്യരുത്, യൂറോപ്യന്മാർ ആധിപത്യം ഉറപ്പിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ സിദ്ധാന്തം രൂപീകരിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം നമുക്ക് നോക്കാം, യൂറോപ്യൻ ആധിപത്യത്തിനെതിരായി പോരാടാൻ ലാറ്റിൻ അമേരിക്കൻ ജനതയ്ക്ക് പ്രചോദനമായത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവും ഫ്രഞ്ച് വിപ്ലവവുമാണ്. ലാറ്റിൻ അമേരിക്കയിൽ യൂറോപ്യന്മാർ വീണ്ടും ആധിപത്യം ഉറപ്പിക്കുന്നത് തടയാൻ അമേരിക്ക കൊണ്ടുവന്ന സിദ്ധാന്തം ആണേത്, മൺറോ സിദ്ധാന്തം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിനെല്ലാം ശേഷം വീണ്ടും യൂറോപ്യന്മാർ എന്ത് ചെയ്യരുത്, അവിടെ കോളനികൾ രൂപീകരിക്കരുത് എന്നത് അടിസ്ഥാനമാക്കിയിട്ട് അമേരിക്ക കൊണ്ടുവന്ന സിദ്ധാന്തമാണ് മൺറോ സിദ്ധാന്തം എന്ന കാര്യം മനസ്സിലാക്കി വെക്കുക. തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാരത്തിന്റെ കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഇത്, മാച്ചു പിക്ചു എന്ന് പറയുന്നത്. അതൊക്കെയാണ് തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാരത്തിന്റെ കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് മാച്ചു പിക്ചു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാരത്തിന്റെ കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ടത് അതാണിത് മാച്ചു പിക്ചു. മാച്ചു പിക്ചു സ്ഥിതി ചെയ്യുന്ന രാജ്യം ചോദിച്ചാൽ ഏതാണ്, പെറുവാണ് എന്ന കാര്യം ഓർത്തു വെക്കുക. പെറുവിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്, മാച്ചു പിക്ചു എന്ന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. മാച്ചു പിക്ചുവിൻ്റെ ഉയരങ്ങൾ എന്ന കൃതി രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്, പാബ്ലോ നെരൂദയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മാച്ചു പിക്ചുവിൻ്റെ ഉയരങ്ങൾ എന്ന കൃതി രചിച്ചത് പാബ്ലോ നെരൂദയാണ്. വിപ്ലവത്തിന് നേതൃത്വം നൽകിയവരാണ് ജോസെ ഡി സാൻ മാർട്ടിൻ, അതുപോലെ തന്നെ ഫ്രാൻസിസ്കോ മിരാഡ, സൈമൺ ബോളിവർ എന്നിവരാണ് എന്ത് ചെയ്തത്, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. മാച്ചു പിക്ചു നമ്മൾ ഓർത്തു വെക്കുക, തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാരത്തിന്റെ കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ മാച്ചു പിക്ചു സ്ഥിതി ചെയ്യുന്ന രാജ്യം ചോദിച്ചാൽ പെറുവാണ്. മാച്ചു പിക്ചുവിൻ്റെ ഉയരങ്ങൾ എന്ന കൃതി രചിച്ചത് പാബ്ലോ നെരൂദയാണ് എന്ന കാര്യവും ഓർക്കുക. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് നേതൃത്വം നൽകിയവരാണ് ജോസെ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിരാഡ, സൈമൺ ബോളിവർ എന്നിവർ. ഈ പേരുകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരെല്ലാം എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ബന്ധപ്പെടാത്തത് ആരെല്ലാം ആണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പേരുകളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒന്നോടെ ഓർത്ത് വയ്ക്കുക, ജോസെ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിരാഡ, സൈമൺ ബോളിവർ എന്നിവരാണ് എന്ന കാര്യം ഓർക്കുക. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, SBCID, അതുപോലെ തന്നെ ASM തുടങ്ങിയ ക്രാഷ് കോഴ്സുകൾ മിൻറ്റിൻ്റെ ആപ്പിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ QR കോഡ് സ്കാൻ ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ജോയിൻ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായിട്ട്
താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇനി നമുക്ക് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിൽ നേതൃത്വം നൽകിയ ഓരോരുത്തരെ കുറിച്ചിട്ടും വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ആദ്യത്തെ ആളാണ് ആര്? ജോസെ ഡി സാൻ മാർട്ടിൻ. ജോസെ ഡി സാൻ മാർട്ടിൻ. അപ്പം നമുക്ക് നോക്കാം. അർജന്റീന, ചിലി തുടങ്ങിയ രാജ്യങ്ങളെ വിദേശാധിപത്യത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ നേതൃത്വം നൽകിയ നേതാവാണ് ആര്? ജോസെ ഡി സാൻ മാർട്ടിൻ എന്ന് പറയുന്നത്. ജോസെ ഡി സാൻ മാർട്ടിൻ ആണ് അർജന്റീന, ചിലി തുടങ്ങിയ രാജ്യങ്ങളെ വിദേശാധിപത്യത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ നേതൃത്വം നൽകിയ നേതാവ്. അപ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കുക, അർജന്റീന, ചിലി തുടങ്ങിയ രാജ്യങ്ങളെയൊക്കെ എന്തായിരുന്നു? അവിടെയും വിദേശാധിപത്യത്തിന് കീഴിലായിരുന്നു അർജന്റീന, ചിലി തുടങ്ങിയ രാജ്യങ്ങൾ. അവരെയും വിദേശാധിപത്യത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ നേതൃത്വം നൽകിയ നേതാവാണ് ആര്? ജോസെ ഡി സാൻ മാർട്ടിൻ എന്നത് ഓർക്കുക. ഈ രാജ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അർജന്റീന, ചിലി. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സംരക്ഷകൻ, പ്രൊട്ടക്ടർ എന്ന് അറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ജോസെ ഡി സാൻ മാർട്ടിൻ ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സംരക്ഷകൻ എന്ന് അറിയപ്പെടുന്നത് ജോസെ ഡി സാൻ മാർട്ടിൻ ആണ്. സ്പെയിനിനെതിരെ ആൻഡീസ് സൈന്യം രൂപീകരിച്ച വിപ്ലവകാരി. സ്പെയിനെതിരെ ആൻഡീസ് സൈന്യം രൂപീകരിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? ജോസെ ഡി സാൻ മാർട്ടിൻ ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് ഒന്നോടെ നോക്കാം. അർജന്റീന, ചിലി തുടങ്ങിയ രാജ്യങ്ങളെ വിദേശാധിപത്യത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ നേതൃത്വം നൽകിയ നേതാവാണ് ജോസെ ഡി സാൻ മാർട്ടിൻ. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന വ്യക്തി, സ്പെയിനെതിരെ ആൻഡീസ് സൈന്യം രൂപീകരിച്ച വിപ്ലവകാരി. അടുത്ത ആളാണ് ഫ്രാൻസിസ്കോ മിരാഡ. ഫ്രാൻസിസ്കോ മിരാഡ യൂറോപ്യൻ ആധിപത്യത്തിനെതിരെ ലാറ്റിൻ അമേരിക്കയിൽ ആദ്യമായി ശബ്ദമുയർത്തിയ വ്യക്തിയാണ് ഫ്രാൻസിസ്കോ മിരാഡ. ഓർത്തിരിക്കുക, ഈ യൂറോപ്യൻ ആധിപത്യത്തിനെതിരെ ആദ്യമായിട്ട് ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഫ്രാൻസിസ്കോ മിരാഡയാണ് എന്ന കാര്യം ഓർക്കുക. അതുപോലെ വെനസ്വേലയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. വെനസ്വേലയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. അപ്പം നമ്മൾ പറഞ്ഞു അർജന്റീന, ചിലി ജോസെ ഡി സാൻ മാർട്ടിൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഫ്രാൻസിസ്കോ മിരാഡയാണ് വെനസ്വേലയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. അപ്പൊ ഒന്നോടെ നോക്കാം. യൂറോപ്യൻ ആധിപത്യത്തിനെതിരെ ലാറ്റിൻ അമേരിക്കയിൽ ആദ്യമായി ശബ്ദമുയർത്തിയ വ്യക്തി, വെനസ്വേലയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഫ്രാൻസിസ്കോ മിരാഡയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്ത ആളാണ് സൈമൺ ബോളിവർ. സൈമൺ ബോളിവർ നമ്മൾ കേട്ട് പരിചിതമായിട്ടുള്ള ഒരു പേരായിരിക്കും സൈമൺ ബോളിവർ, അല്ലേ? സൈമൺ ബോളിവർ ജനിച്ച രാജ്യം ചോദിച്ചാൽ എവിടെയാണ് ജനിച്ചത്? വെനസ്വേലയിലാണ് സൈമൺ ബോളിവർ ജനിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. വെനസ്വേലയിലാണ് സൈമൺ ബോളിവർ ജനിച്ചത്. വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു തുടങ്ങിയ രാജ്യങ്ങളെ വിദേശാധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ച നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ സൈമൺ ബോളിവർ ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ രാജ്യങ്ങളുടെ പേര് ഓർത്തിരിക്കുക. വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു തുടങ്ങിയ രാജ്യങ്ങളെ വിദേശാധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ച നേതാവാണ് സൈമൺ ബോളിവർ. അപ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കുക, ഈ രാജ്യങ്ങളിലൊക്കെ എന്തായിരുന്നു? ഒരു വിദേശാധിപത്യം ഉണ്ടായിരുന്നു. അതിനെതിരെ പോരാടിയ നേതാവാണ് ആര്? സൈമൺ ബോളിവർ. കൂടാതെ വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു തുടങ്ങിയ രാജ്യങ്ങളെ വിദേശാധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ച നേതാവും കൂടിയാണ് സൈമൺ ബോളിവർ എന്ന കാര്യം ഓർക്കുക. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വിമോചകൻ എന്നറിയപ്പെടുന്നു. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വിമോചകൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? സൈമൺ ബോളിവർ ആണ്. അതുപോലെ തെക്കേ അമേരിക്കയുടെ ജോർജ് വാഷിങ്ടൺ എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. എന്തെന്നറിയപ്പെടുന്നു? തെക്കേ അമേരിക്കയുടെ ജോർജ് വാഷിങ്ടൺ എന്നും ആരറിയപ്പെടുന്നു? സൈമൺ ബോളിവർ അറിയപ്പെടുന്നു. അപ്പൊ ഒന്നുകൂടെ ഓർക്കുക,
ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വിമോചകൻ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. അതുപോലെ തന്നെ തെക്കേ അമേരിക്കയുടെ ജോർജ് വാഷിങ്ടൺ എന്നും സൈമൺ ബോളിവർ അറിയപ്പെടുന്നു. അപ്പൊ നമുക്ക് നോക്കാം. സൈമൺ ബോളിവർ ജനിച്ച രാജ്യമാണ് വെനസ്വേല. വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു തുടങ്ങിയ രാജ്യങ്ങളെ വിദേശാധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ച നേതാവ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വിമോചകൻ എന്ന് അറിയപ്പെടുന്നു. തെക്കേ അമേരിക്കയുടെ ജോർജ് വാഷിങ്ടൺ എന്നെല്ലാം അറിയപ്പെടുന്ന വ്യക്തിയാണ് സൈമൺ ബോളിവർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ പോയിന്റ്സ് കൃത്യമായിട്ട് എഴുതി തന്നെ പഠിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. ചെറിയൊരു ടോപ്പിക്കാണ്, അധികം പോയിന്റ്സ് ഒന്നുമില്ല, എന്നാലും പ്രധാനപ്പെട്ട ഫാക്ട്സ് ഒക്കെ മനസ്സിലാക്കി തന്നെ നമ്മൾ പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്ന കാര്യം ഓർക്കുക, ഈ വിപ്ലവങ്ങൾ എന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വിപ്ലവങ്ങളുടെ കൂടെ തന്നെ എന്തും പഠിക്കുക, ഈ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവും പഠിക്കുക. കുറച്ച് ഫാക്ട്സ് ഉള്ളൂ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പഠിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഇത്, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്നത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോരുക. അപ്പോൾ ഈ ഏരിയ എന്നുള്ള മാർക്ക് എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടരുത് എന്നത് ഓർക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ചിട്ടയായിട്ട് നമ്മൾ പഠിച്ചു പോവുക. അപ്പോൾ മീറ്റ് PSC, SBCID, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ ASM തുടങ്ങിയ ക്രാഷ് കോഴ്സുകൾ ആപ്പിൽ അവൈലബിൾ ആണ്. ആപ്പ് QR കോഡ് സ്കാൻ ചെയ്താൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. കൂടാതെ കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. കൂടുതൽ ഡിസ്കൗണ്ടിനായിട്ട് AR11001 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുക. വീണ്ടും കാണാം. താങ്ക് യു.